ക്ഷേത്ര ദർശനം നടത്തി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് അവസാനം തീർത്ഥം വാങ്ങുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. ഇതെങ്ങനെയാണ് ഈ തീർത്ഥം വാങ്ങേണ്ടത്? വലത് കൈയിലാണ് നമ്മൾ തീർത്ഥം വാങ്ങുന്നത്. അങ്ങനെ വലത് കൈയിൽ തീർത്ഥം വാങ്ങുമ്പോൾ ഇടത് കൈ വലത് കൈയുടെ ആ കൈപ്പത്തിയുടെ അടിയിൽ ഒന്നുകിൽ വെക്കണം ഇങ്ങനെ, അതല്ലെങ്കിൽ ഈ ഇടത് കൈ നമ്മുടെ കൈമുട്ടിന് അടിയിൽ വെച്ച് വേണം നമ്മൾ തീർത്ഥം വാങ്ങേണ്ടത്. അങ്ങനെ വാങ്ങുമ്പോൾ നമ്മുടെ കൈയുടെ വിരലുകൾ എങ്ങനെ ഇരിക്കണം? ചൂണ്ടുവിരല് തള്ളവിരലിന് അടിയിലേക്ക് വരുന്ന രീതിയിൽ വേണം പിടിക്കാൻ. കാരണം ചൂണ്ടുവിരൽ എന്നാൽ അത് നമ്മുടെ അഹങ്കാരത്തിന്റെ ഭാഗമാണ്. ഓരോരുത്തരും കൈ ചൂണ്ടി സംസാരിക്കില്ല നമ്മൾ. ആ ചൂണ്ടൽ അല്ലെങ്കിൽ ആ അഹങ്കാരം നമ്മൾ ബ്രഹ്മത്തിന് കീഴിലാക്കിക്കൊണ്ട്, നമ്മുടെ അഹങ്കാരത്തെ ഒക്കെയും തന്നെ അവിടെ ബ്രഹ്മത്തിന് കീഴിലാക്കിക്കൊണ്ട് ആ എളിമയോടുകൂടി അല്ലെങ്കിൽ ആ ഭക്തിയോടുകൂടി വേണം നമ്മൾ തീർത്ഥം സേവിക്കേണ്ടത്. അങ്ങനെ വാങ്ങുന്ന തീർത്ഥം നമ്മളത് ഇങ്ങനെ കുടിക്കാൻ പാടില്ല. കൈകൊണ്ട് ഇട്ടിച്ച് ഇങ്ങനെ ഇട്ടിട്ട് ബാക്കി നമ്മുടെ ശിരസിൽ തളിക്കുക. ശിരസിൽ എന്ന് പറഞ്ഞാൽ ശിരസിൽ പുറകിൽ ആ ഭാഗത്ത് വേണം തളിക്കാനെന്നാണ് പറയുന്നത്.